വെയിറ്റേജ് സ്റ്റഡി പ്ലാൻ മെത്തേഡ് അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും പാസ്സാവാൻ പറ്റും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ. അതുപോലെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് വെയിറ്റേജ് സ്റ്റഡി പ്ലാൻ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം വെയിറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ടീച്ചേഴ്സ് ഓരോ സബ്ജക്ട് എടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് എന്ത് ചോദിക്കുക, ആ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കും. അപ്പോൾ ആ ടീച്ചേഴ്സ് എന്തെങ്കിലും ഓരോ ടോപ്പിക്കും ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരികയും അല്ലെങ്കിൽ ഇന്ന പാർട്ടിന് ഇത്ര മാർക്കിന് വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ വെയിറ്റേജ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാണ്. നമ്മളുടെ ഹൈ വെയിറ്റേജ്, മീഡിയം വെയിറ്റേജ്, ലോ വെയിറ്റേജ്. നമ്മൾ പഠിക്കാനിരിക്കുന്നതിൻ്റെ 60% സമയമെങ്കിലും നമ്മൾ എന്തിനു കൊടുക്കണം, നമ്മുടെ ഹൈ വെയിറ്റേജിന് കൊടുക്കുക. അതുപോലെ തന്നെ 25% മീഡിയം വെയിറ്റേജിനും 15% നമ്മൾ ലോ വെയിറ്റേജിനും കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഉണ്ടാവേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി ഗോൾസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എത്ര ടൈം ടു എത്ര ടൈം നിങ്ങൾ പഠിക്കും എന്നുള്ളതിന്. ആ സമയത്ത് യാതൊരു രീതിയിലും ഡിസ്ട്രാക്റ്റഡ് ആകുന്ന ഒരു സംഭവം അവിടെ എവിടെ ഉണ്ടാവാനും പാടില്ല, മൊബൈലോട്ടേക്ക് നോക്കാനേ പാടില്ല. ഓക്കെ, അങ്ങനെ ഡെയിലി ഗോൾസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാവണം. ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിന് ടൈം ടേബിൾ ഉണ്ടാക്കുക നിങ്ങൾ. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൺഡേ നമ്മൾ മാറ്റി വെക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സൺഡേ മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പഠിക്കുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ടെൻഷൻസ് കുറേ ഫ്രീ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു ടൈമിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം അജീദ്.